ഹലോ, ഞാൻ MC. എന്നറിയാമോ? വെബ്സൈറ്റ് വേണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുണ്ടാക്കിയ നമ്മുടെ സുന്ദരമായ സീറ്റ് ഹൗസ് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ കുറച്ച് ബിൽഡിങ് കാര്യങ്ങൾ ചെയ്ത്. ഇതാണ് എൻ്റെ ബെഡ്. കാണാൻ കഴിയുന്നുണ്ടല്ലോ, സുന്ദരമായ ബെഡ്. ഇവിടെയാണ് ഞാൻ വന്നപ്പോഴും കിടന്നുറങ്ങുന്നത്. രണ്ടാമത് എൻ്റെ സ്റ്റോറേജ് ഏരിയ വെച്ച് വരുന്നതേ ഉള്ളൂ. ഓരോ ഐറ്റംസ്. മണക്കെ തുറക്കാൻ പറ്റില്ലല്ലേ, മൈ മിസ്റ്റേക്ക്. എന്താ അവിടെ നമുക്കത് പിന്നെ മാറ്റാം. ഞാനിപ്പം എല്ലാം ഇതിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പരിപാടി ഇനിയും കിടപ്പുണ്ട്. ഇതോരോ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ ഇതെങ്ങനെ വെച്ചിരിക്കുന്നതെന്ന്. ഇത് ഐറ്റംസ് എൻ്റെ കയ്യിലുള്ളപ്പോഴേ ഞാൻ വെക്കാറുള്ളൂ. ഇത് കണ്ട, എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വില്ലേജർ ബ്രീഡർ ഫാമില്ലേ, അവിടെ കുറച്ച് ചെസ്റ്റ് ഇരിപ്പുണ്ട്. അതും കൂടി ഇന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉണ്ട്. നമ്മുടെ XP ഫാമിൻ്റെ സ്റ്റോറേജ് അറിയാവാ, അത് പെട്ടെന്ന് ഫുള്ളായി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇന്നൊരു മെഗാ സ്റ്റോറേജാണ് പണിയാൻ പോകുന്നത്. മെഗാ സ്റ്റോറേജ് എന്ന് നിങ്ങൾ പറയൂ, അത്രയ്ക്കും വലുതൊന്നുമല്ല. ഈ ചെറിയൊരു സ്റ്റോറേജ്. മെഗാ ഞാൻ ഉദ്ദേശിച്ച് ചുമ്മാ അറിയാം, ചെറിയ സ്റ്റോറേജ്. അതിനുവേണ്ടി നമ്മുടെ സ്വന്തം കോപ്പർ കോലമായിരിക്കും പണിയാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് ഒന്ന് കാണിച്ചിട്ട് ഇതാക്കാം. ഇതാണ് എൻ്റെ കുഞ്ഞ് സ്റ്റോറേജ്. കോപ്പർ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. ഈ കോപ്പർ ഞാൻ അങ്ങോട്ട് എടുക്കുന്നു. കോപ്പർ കലം ഉണ്ടാക്കണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അതിന് നമുക്ക് ഫ്യൂച്ചർ തീരുമാനിക്കാം. വെറുതെ ഇപ്പം തന്നെ തീരുമാനിച്ച് തല കൊണ്ടാക്കണ്ട. എന്തുണ്ട് ഇവിടെ അല്ലേ? ഞാൻ ഇതുവരെയായിട്ട് ഇത് വെക്കാൻ മറന്നിട്ടില്ല. ഈ 2 ഐറ്റംസ് അത് ഞാൻ വെക്കും. അതിനുവേണ്ടി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കണം. ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ നമുക്ക് ഫെദർ അങ്ങനത്തെ ഒരു സംഭവം വേണം. അത് കൗവിനെ കൊല്ലുന്നൊരു സംഭവമാണ്. അതേണ്ട് ഇത് തന്നെ. ഇതിനു വേണ്ടി നോക്കണം. അല്ല, ലൈറ്റ് അല്ലേ? അവിടെ ഇതായിട്ട് അങ്ങനെ ഐറ്റം ഫ്രെയിം ഇതായിട്ട് അങ്ങനെ ഉണ്ടാക്കൂ. ഐറ്റം ഫ്രെയിം അതേണ്ട ഐറ്റം ഫ്രെയിം ഞാൻ പറയില്ലേ, ഒരു നെതർക്കാവും. അതെൻ്റെ സ്റ്റോറേജ് കാണും. സ്റ്റിക്ക് എൻ്റെ കൗവിൻ്റെ ഇത്. അയ്യോ, സ്റ്റോറേജ് മണ്ടക്ക. ഇതിനെ മണ്ടക്കാന്ന് പലരും ചോദിക്കും. മണ്ടക്കൊക്കെ ഉള്ള കാരണമൊന്നുമില്ല, ചുമ്മാ രസത്തിന് വേണ്ടി, ജസ്റ്റ് ഫോർ ഫൺ ഗൈസ്. അങ്ങനെ ഒരു വ്യായാമാവട്ടെ. അതേ കിടക്കുന്നു. അയ്യോ, 2 എണ്ണം വേണമെന്നല്ലോ എനിക്ക്. ഞാൻ വേറെ അതിൻ്റെ അകത്ത് അതിൽ കുത്തി വെച്ചാൽ ഈ ഡ്രപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയാവാ? ആ കാണുന്ന വുഡ് ഫാം കണ്ട, അവിടെ ഞാൻ ഇങ്ങനെ വുഡ് അടിക്കുന്ന പെൻഡർമാൻ വന്നു. അപ്പോൾ അതിനെ തട്ടിക്കളയും. അറിയാം, ക്രൂരതയാണ് ഞാൻ ചെയ്തത്. എന്നാലും കുച്ച് കാനക്കയിലെ കുച്ച് കോനക്കയിലെ കുച്ച് 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 कुछ पाने के लिए कुछ खोना जरूरी है. ഷാറുഖ് ഖാൻ ട്രൈ ചെയ്ത്. ഇപ്പോൾ ഞാൻ ഇവിടെ അതെ ഞാൻ പറയില്ലേ ഇതിൻ്റെ അകത്ത് കാണുമെന്ന്. ഇവിടെ കുറേ സാധനം ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഓഫ് ക്യാമറ പിന്നെ ഷിഫ്റ്റ് ചെയ്തോളാം. ബാക്കിയൊക്കെ ഓക്കെയാണ്. എനിക്ക് ഈ വില്ലേജർമാർ ഇവന്മാർ ഇത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഡെഡ് ബ്ലോക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇവന്മാർ ബ്രീഡാവില്ല. ബ്രീഡാകാൻ നോക്കുമ്പം മറ്റേ ഫയർ വിളിച്ച് തരും. കാരണം അവിടെ ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് ബെഡ് ആർക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. നോക്കട്ടെ, വല്ല കുഞ്ഞു വല്ല വില്ലേജർ ഉണ്ടെങ്കിൽ ഞാൻ തേങ്ങി. ഇല്ല, സ്റ്റോപ്പാ. ഈ 2 ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കും അറിയൂല. ഇവന്മാരെല്ലപ്പം പൊങ്ങി ഇങ്ങനെ വന്നതായിരിക്കും ഈ 2 എന്തായാലും നമുക്ക് ഇനി വില്ലേജിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ തുടക്കത്തെ എപ്പിസോഡിൽ പറഞ്ഞത്? അത് തന്നെ. ഈ കാണുന്ന ഇത് കണ്ട, ഈ 2 ടൂൾസ്, ഇത് നമ്മൾ തുടങ്ങുന്ന ടൂൾസാണ്. അതായത് നമുക്ക് ഇത്ര എത്തണമെങ്കിൽ ഈ ടൂൾസിൽ നമുക്ക് പറ്റൂല. സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ വേണം. ഫുഡ് ഈസിയായിട്ട് മൈൻഡ് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ വേണം. അപ്പം ഈ 2 ടൂൾസ് കൊണ്ടാണ് ഞാൻ ഇത്ര എത്തിയത്. അപ്പം അതുകൊണ്ട് ഈ ടൂൾസിനൊക്കെ ഞാൻ അലങ്കരിച്ച് വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതിവിടെ ഞാൻ എപ്പോഴും പോകുമ്പം ഇത് കാണണം, ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്നൊരിത്. ഇതാണ് എൻ്റെ സ്റ്റൈല്. ഇവിടെ ഒരെണ്ണം. നമുക്കിപ്പോൾ തൽക്കാലം ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ലൈറ്റ് വെച്ച് ഇങ്ങനെ കാര്യം ചെയ്യാം. താഴെ 2 എണ്ണം. ഇനി ഒരിക്കലും നമ്മൾ മറക്കൂല, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ 2 ടൂൾസിൽ നിന്നാണ് നമ്മൾ ഒരു ഇടിച്ച് അങ്ങനെ ഉണ്ടാവുമായിരുന്നു. ഞാൻ PR നോക്കി ഷിഫ്റ്റ് വെക്കാറില്ല. ഷിഫ്റ്റില്ല, റൈറ്റ് ക്ലിക്ക് വേണ്ടതരം. ഈ ഒരു ടൂൾസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്താണ്, നേരെ വെക്കാൻ കാണാനാണ് ഐശ്വര്യം. അല്ല, അതിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നില്ല അതിൻ്റെ രസം. അല്ല, ഇതിങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം.
ആ ഈ 2 ടൂൾസ് വെച്ചാണ് നമ്മൾ ഇത്ര എത്തിയത്, അത് ഓർക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിതിനെ പൂജിക്കണം, നിങ്ങൾ കാരണമാണ് ഞാൻ ഇത്ര എത്തിയത്. അതുകൊണ്ട് നന്ദി ഉണ്ടോ നന്ദി. നമ്മുടെ ഇഷ്ടം പോലെ സ്മൂത്ത് സ്റ്റോൺ ഇരിപ്പുണ്ട്, അത് വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇത്ര മതിയാവും ചെറിയൊരു പ്ലാറ്റ്ഫോം. ഞാൻ എന്തായാലും കോപ്പർ ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ സൂപ്പർ സ്മെൽട്ടർ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി, ഇത് നേരെ കുക്കായി ഇതിൻ്റെ അകത്തോട്ട് വന്നോളൂ. എനിക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഇത് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പോണ്. നമുക്ക് നേരെ XP ഫാമിലോട്ട് പോകാം, എന്നിട്ട് പണി തുടങ്ങാം. നമ്മളെ ഒരിക്കലും മാറ്റി വെക്കില്ല. ഇന്നത്തേക്ക് നാളത്തേക്ക് മാറ്റി ചെയ്യും നമ്മൾ ചെയ്യത്തില്ല. എനിക്ക് എല്ലാവർക്കും ഞാനത് ചെയ്യത്തില്ല. ഈ ഏരിയ നമുക്ക് കവറാക്കാനുണ്ട്. നാളത്തേക്ക് നമ്മുടെ ബേസിന് കുറച്ച് പണികൾ സ്റ്റാർട്ട് ചെയ്യണം. വാട്ടർ ബക്കറ്റ് ഉണ്ട് എൻ്റെ ഇല്ല. ഞാൻ വാട്ടർ ബക്കറ്റ് എവിടെ വെച്ചെന്ന് തോന്നുന്നു. എൻ്റെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. വെതർ ഫോളിങ് ഉണ്ട്. മണ്ട പോവാം. 4 5 6 ഈ ഒരു ബ്ലോക്ക്. ഓക്കെ സെറ്റ്. ഉയ്യോ ചത്തെന്ന് ഞാൻ വിചാരിച്ചു. കറക്റ്റ് 6 ബ്ലോക്കല്ലേ? 1 2 3 4 5 6. എടാ ഈ ഒരു ചെസ്റ്റ് നമുക്കിനി ഇവിടെ ഹോപ്പറിട്ടൊക്കെ സെറ്റാക്കാൻ പറ്റും. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, അത് ഹോപ്പറിട്ട് നേരെ കോപ്പൾ കൊളുത്തിൻ്റെ അടുത്തെത്തണം. അങ്ങനത്തെ രീതി സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഈ ബ്ലോക്ക് വെച്ച് ഇതൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം കൂടെ ക്രിയേറ്റ് ചെയ്യട്ടാ. മതി, ഇത്ര ഉള്ളൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം. അയ്യോ ഫെദർ ഫോളിങ് എടാ, ഫെദർ ഫോളിങ് കൊണ്ട് ഇത്ര ഉപകാരം ഉണ്ടായില്ല. ചപ്പ് ഓക്കെ, പ്ലാറ്റ്ഫോം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റോറേജ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഹോപ്പേഴ്സ് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നതില്ലേ, നമ്മുടെ കോപ്പർ കോളത്തിൻ്റെ ജസ്റ്റ് ഇവിടെ വരും. ഇവിടെ വരുത്തണം, അങ്ങനെ വേണം. ഇവിടെ മതിയാവും. ഹോപ്പറിട്ട് നമ്മൾ ഇങ്ങോട്ട് നീങ്ങും ഫസ്റ്റ്. അതെൻ്റെ 4 ഹോപ്പറും കൂടെ ഇത് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ 2 ചെസ്റ്റ്. എനിക്ക് ഇറങ്ങാനും കയറാനും ഒരു വഴിയാവും. അങ്ങനെ ഈ ചെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് അത് സഫർ ചെയ്യും. അപ്പോൾ എനിക്ക് എപ്പോൾ ആണെങ്കിലും കയറി വരാം. ഇനി ഒരു ഏണി വേണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കയറാൻ. സ്റ്റാർ ഫോൾഡിങ് ഉണ്ടാക്കാൻ ബാമ്പുമില്ല, അതുകൊണ്ട് ഇത്തിരി പ്രശ്നം കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം എല്ലായി. നമുക്ക് ഇനി ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് വരാം. 10 ചെസ്റ്റ്. നമ്മുടെ ഇതിൽ നിന്ന് മെയിനായിട്ട് കിട്ടുന്ന ഐറ്റംസ് എന്താ പറയുക, ആർമറൊക്കെ കിട്ടും. ചിലപ്പോൾ അതായിരിക്കും കിട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത്. ലെവൻ ഈ ആർമർ എടുത്ത് വേറെ കൂട്ടത്തിൽ ഇടും. പിന്നെ ക്യാരറ്റ് കിട്ടും, അതൊക്കെ സഫർ ചെയ്യാൻ നോക്കാം. ഇതൊക്കെ നോക്കാം. അല്ല പോകുന്നതിന് മുമ്പ് ഈ മോബ്സിനെ കൊന്നേക്കാം XPക്ക് വേണ്ടി. അതിൻ്റെ റിപ്പയർ ആകാത്ത പോലെ ടൂൾ വല്ലതും ഉണ്ടെങ്കിൽ പിക്കാസ്, അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം പോന്ന് നമുക്കിനി ഒരുപാട് ഐറ്റംസ് ഗ്യാദർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി വീട്ടിൽ പോകണം. ഗുഡ് നൈറ്റ്. ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഫസ്റ്റ് ആദ്യം നിന്ന് തന്നെ തുടങ്ങാം. വുഡ്. അപ്പോൾ ആദ്യം പോയി ഞാൻ കുറച്ച് മരം വെട്ടിയിട്ട് വരാം. കുറച്ച് ബോൺ എടുത്തുകൊണ്ട് പോവാം, ബോൺ ചെയ്യാൻ മരത്തിന്. ഇതല്ലേ? ഇത് തന്നെ 18 തികയുക. 18 ധാരാളം. എനിക്ക് കുറച്ചുകൂടി ഒരു 10 ചെസ്റ്റ് തൊട്ടാക്കാൻ. 10 ചെസ്റ്റ് ഹാഫ് അതും എടുത്ത് പോവാം. അതായത് ഈ 32 മുഴുവൻ ബോൺമേലാക്കി. എന്നിട്ട് ഇത് മുഴുവൻ ഞാൻ ഈ മരം വെട്ടിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ബോൺ വില്ലിയാകും. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി വുഡ് ഇട്ടിട്ടുണ്ട്. അത് ഈ കുൾ വുഡ് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കൂടുതൽ വുഡായിട്ടുണ്ട്. ഇത് നമുക്ക് ചെസ്റ്റ് ഉണ്ടാകാം. പിന്നെ പംകിൻ വേണമല്ലേ? പംകിൻ ഞാനിത് നോക്കണമല്ലോ. എൻ്റെ ഇതിൽ ചെസ്റ്റ് പംകിൻ കാണാതിരിക്കില്ല. ഒന്നെങ്കിൽ ഇവിടുത്തെ സ്റ്റോറേജ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോറേജ്. നോക്കട്ടെ, ഇല്ല. അപ്പോൾ അവിടുത്തെ സ്റ്റോറേജിൽ തന്നെ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. പംകിൻ എൻ്റെ കോപ്പർ എന്തായി?
അതായിട്ടുണ്ട്. എനിക്ക് കോപ്പർ ചെസ്റ്റ് 2 ഉണ്ടാക്കേണ്ടി വരും, ഡബിൾ ചെസ്റ്റ്. കിട്ടി കിട്ടി കിട്ടി. ഇപ്പോഴാണ് പംകിൻ്റെ അച്ചീവ്മെൻ്റ് ഇടുന്ന. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പംകിൻ പൊട്ടിക്കുന്നത്. എത്ര പംകിൻ കിട്ടി? 24 കോപ്പർ പോലും. ഇതെടുത്തിട്ട് ഈ ഹോ ഇവിടെ ചെയ്തിട്ട് ഷെയർ വീടൊരെണ്ണം കിടപ്പുണ്ടായിരുന്നു, അത് അവിടെ സൈഡിലാണ്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് തികയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്ര ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ, എന്നാലും ഞാൻ എടുത്ത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതാ. ഇതിങ്ങനെ 2 വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ റെഡിയാവും. ആ ഷെയർ എടുത്ത് ഇതെടുത്ത് 4 സീഡ് കിട്ടി. 4 കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? നല്ലത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പംകിൻ സീഡ് നട്ട് ബാക്കിയൊക്കെ എനിക്ക് ആവശ്യം വരുമായിരിക്കും. ഒരു കാര്യം ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവാം. ബാക്കി കുറച്ച് ലൂട്ടിൻ്റെ അകത്ത് ഇട്ടോളാം, പിന്നെ ഞാൻ വന്നെടുത്തോളാം. ഇനി മണ്ടക്കത്തെ പണിയാ. പൊക്കോയി ഇത് മൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി സ്റ്റിക്ക് ശരി മൂപ്സ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഈ ഹോപ്പർ എടുക്കണം. ഈ ഒരു ചെസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഈ ഒരു ചെസ്റ്റ്, ഈ ഒരു ചെസ്റ്റ്, ഈ ഒരു ചെസ്റ്റ്. അല്ലല്ലോ, എവിടെ എന്തോ തകരാറുള്ള പോലെ. ഇതിനകത്ത് വരുന്നുണ്ട് അതിലോട്ട്. വരുന്നുണ്ട്. ഇനി എനിക്ക് ഇതെല്ലാം കൂടെ ഒന്നിപ്പിക്കണം. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന കറക്റ്റാണെന്ന് എനിക്കറിയില്ല, എന്നാലും അയ്യോ വീണ് ഞാൻ പൊട്ടിച്ച്. മണ്ടത്തരം. ചെസ്റ്റ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ കോപ്പറാണ് ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് കുറച്ച് ചെസ്റ്റ് ഞാൻ ഇവിടെ അടുക്കി വെക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വുഡ് ഉണ്ടാക്കാൻ പോവാണ്. 2 കറക്റ്റ് സെറ്റായി. ഇൻ്റർവ്യൂ എടുക്കണ്ടല്ലേ? അയ്യോ, സൈറസ് സബിയുടെ ഇൻ്റർവ്യൂ എടുക്കാനുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കോപ്പർ കൊടുത്തിന് സമൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ദിശ കണ്ട ഇങ്ങോട്ട് നോക്കിയിട്ട് കോപ്പർ പോലെ വി ആയിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് ലേറ്റ് ആവും, മിക്കവാറും ലേറ്റ് ആവും. ഞാൻ ഏതൊക്കെ ഐറ്റംസ് കളയുന്നുണ്ട് എന്തൊക്കെയൊക്കെ വേണ്ടി. 11 സ്പൂൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഐറ്റംസ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി. സെറ്റ്. ഇനി 11 ഇതിൻ്റെ അകത്തോട്ട് ഇട്ടോളും. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഹോപ്പർ. ഈ ഐറ്റം എൻ്റെ ഇൻവെൻട്രി ക്ലീൻ ആയിക്കൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഫുള്ളായി. ഇപ്പം ഞാനിത് ഇങ്ങനെ ഇടേണ്ടി വരും. അത് നമുക്കിപ്പോൾ സെറ്റാക്കാം. ഓട്ടോമാറ്റിക് ആക്കാം. വെയിറ്റ്. ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മോനെ കോപ്പർ പോലെ നീ കഷ്ടപ്പെടട്ടാടാ. ഞാൻ അതൊരു കാര്യം ചെയ്യട്ടാ. 11 നീ എല്ലാം കഷ്ടപ്പെട്ടോളൂ. എന്താടാ മോനെ, ചെസ്റ്റ് വേണ്ടേ? ഇനി നമ്മുടെ ഈ ഹോപ്പർ എടുത്തിട്ട് ക്രൗച്ച് ചെയ്തിട്ട് ജമ്പ് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ അത്രേ ഉള്ളു. ഇനി ഇതിനി മണ്ട കത്തിക്കണം. അങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വർക്കാവേണ്ടതാണ്. ഞാൻ ഇത്തിരി കൂടെ ചെസ്റ്റ് ഉണ്ടാക്കി അത് ഹോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യട്ടെ. അവൻ അറിയാൻ പോകുന്നില്ല ഇവന് ഇനിയും കഷ്ടപ്പെടാനുണ്ടെന്ന്. അവൻ ജീവിതത്തിൽ പിഞ്ചു കുഞ്ഞിന് ഞാൻ ഇത്രയും കഷ്ടപ്പെടിക്കുന്നുണ്ട് പോലീസിൻ്റെ പൊക്കത്തിലെന്നാണ് എൻ്റെ വിശ്വാസം. ആരും കേസ് കൊടുക്കല്ലേ. കേസ് കൊടുത്താൽ എൻ്റെ തീരുമാനമായി. ഇനി ഈ ഒരു ഹോപ്പർ
ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഹോപ്പർ ഇങ്ങനെ വന്നിട്ട് ഈ ഹോപ്പറും വന്ന് ഇതിങ്ങനെ കണക്ട് ചെയ്യണം. ഈ ഹോപ്പർ ഇതുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. അതിപ്പോൾ ആ ചെസ്റ്റിലോട്ടാണല്ലോ പോകുന്നത്. ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നാ? ആടാ, ഈ ഒരു ഹോപ്പറിൽ നിന്ന് വരുന്നുണ്ട്. കണ്ടാ വരുന്നുണ്ട്. പതുക്കെയാണെന്നുള്ളു സാധനം വർക്കിങ്. വർക്കിങ്ങാ. അതോർത്തിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഇത്ര ഹോപ്പർ വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ മണ്ടത്തരം കാണിച്ചുണ്ടാക്കി. കുഴപ്പമില്ല. ഈ ഒരു ഐറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചേക്കാം. അപ്പം ഇന്നത്തെ വിളിത്തരോട് ടാറ്റാ ബൈ.